പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് സമാധാനം സ്നേഹത്തിലൂടെ എന്നൊരു പുസ്തകമാണ്. അഡ്വക്കേറ്റ് മൊയ്നുദ്ദീൻ എഴുതിയതാണ്. ഏകദേശം 185 പേജാണ് ഈ പുസ്തകത്തിനുള്ളത്. ഇത് അധ്യായങ്ങളുടെ എണ്ണം 185 പേജുകളിലായിട്ട് 15 അധ്യായങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത്. നമ്മൾ ജീവിക്കുന്നു, പക്ഷെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, ഉറങ്ങുന്നു, പക്ഷെ നമുക്ക് ജീവിതത്തിനൊരു ആത്മസംതൃപ്തി, ജീവിതത്തിൽ സന്തോഷം, പിന്നെ ഒരു ശാന്തി നമ്മൾ ആഗ്രഹിച്ച പോലെ കിട്ടുന്നില്ല എന്ന് തോന്നുമെങ്കിൽ ഈ പുസ്തകം വായിക്കുന്നത് വളരെ ഉപകാരപ്രദമാകുമെന്നാണ് തോന്നുന്നത്. നമുക്ക് എങ്ങനെ ജീവിതത്തിൽ സമാധാനമുണ്ടാക്കാം, ജീവിതയാത്രയിൽ സമാധാനം, നമ്മുടെ കുടുംബത്തിൽ, ഭാര്യ, മക്കൾ, മറ്റ് ജോലിയിൽ, അവിടെയൊക്കെ എങ്ങനെ നമുക്ക് സന്തോഷത്തോടുകൂടി ശാന്തിയോടുകൂടി ജീവിക്കാം എന്നതിൻ്റെ ഒരു മാതൃകയാണ് ഈ പുസ്തകം. ഇതിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവങ്ങൾ, ഉദാഹരണങ്ങൾ എടുത്ത് സ്വഹാബാക്കളുടെ പ്രത്യേകമായിട്ട് ഇസ്ലാമിക് സൈക്കോളജി ഇതിലൂടെ രൂപപ്പെട്ട ഒരു പുസ്തകമാണിത്. ഇതിൽ നമ്മൾ അവസാന ഭാഗത്തൊരു 5-6 സമാധാനത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, സമാധാനം ഉണ്ടാക്കാനുള്ള മാർഗ്ഗങ്ങൾ പറഞ്ഞിട്ട് കുറച്ച് പറയാം. അതിൽ പറയുന്ന പ്രധാനം നമ്മുടെ എല്ലാവരെയും സ്നേഹിക്കുക, ആത്മാർത്ഥമായിട്ട് എല്ലാവരെയും സ്നേഹിക്കുക, എല്ലാവരെയും പരിഗണിക്കുക. ഏത് ചെറിയ കുട്ടിയാണെങ്കിലും വലിയ ആളാണ്, അവരെ അർഹിക്കുന്ന പരിഗണനയോടെ പരിഗണിക്കുക. പിന്നെ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന കുശുമ്പ്, അഹങ്കാരം പോലുള്ള, അസൂയ പോലുള്ള കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സമാധാനം ഉണ്ടാകും. നമ്മുടെ സമാധാനവും ശാന്തിയെയും ഇല്ലാതാക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ അസൂയ, കുശുമ്പ്, അഹങ്കാരം എന്നൊക്കെ. നമുക്ക് ഒരുപാട് സമ്പത്ത് ഉണ്ടാവുക എന്നുള്ളതല്ല, അതിനപ്പുറത്ത് അതെങ്ങനെ വിനിയോഗിക്കുന്നു, മറ്റുള്ളവർക്ക് എങ്ങനെ, പാവപ്പെട്ടവർക്ക് ചെലവഴിക്കുന്നു, പാവപ്പെട്ടവരുടെ അനുകമ്പ എന്നീ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് സമാധാനം ഉണ്ടാവുക. അപ്പോൾ നമ്മളെ ജീവിതത്തിൽ സന്തോഷവും ശാന്തിയും ഉണ്ടാവാൻ നമ്മൾ ഈ ഒരു പുസ്തകത്തിലൂടെ ഇതിൽ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ പ്രവൃത്തിപഥത്തിൽ ഒരുപാട് പ്രവാചക ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ എല്ലാം പറയുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്താൻ മുന്നോട്ട് വരികയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരു ശാന്തിയും സമാധാനവും ഉണ്ടാവും എന്ന് പ്രത്യാശിക്കാം.